സ്വാമിയെ ശരണമയ്യപ്പ. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മണ്ഡലകാലം തുടങ്ങി അപ്പോൾ നമ്മൾ വ്രതമെടുത്തിട്ട് ഈ പറഞ്ഞ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന ഈ യാത്ര തുടങ്ങുന്നത് തിരുവാറന്മുള ക്ഷേത്രത്തിൽ വെച്ച് മാലയിട്ട് കറുപ്പണിഞ്ഞ് മൗലിക വെടിഞ്ഞ് ഓരോ ഭക്തനും അയ്യപ്പനായി മാറുന്ന നിമിഷം. വീടിൻ്റെ ഉമ്മറത്ത് തുളസിത്തറയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി ശരണവിളികളോടെ ആ ദിവസം ഭക്തി നിർഭരമാക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ SG ചാനലിൽ ഇന്ന് ഫുള്ള്, അതായത് ശബരിമല നമ്മൾ നൊയമ്പ് തുടങ്ങി ശബരിമല എത്തി തിരിച്ച് വരുന്നിടം വരെയുള്ള ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കെട്ടുമുറക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ കെട്ടുമുറക്ക് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്നും നമ്മൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ. അപ്പോൾ ഇപ്പോൾ കെട്ട് മുറുക്കിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. അപ്പോൾ കാത്തിരിപ്പിനൊടുവിൽ ആ യാത്രയുടെ ദിവസം എത്തിച്ചേർന്നു. ഏറ്റവും പ്രധാനമായ കെട്ടുനിറയ്ക്കൽ ഗുരുസ്വാമിയായ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ശിരസിലേറ്റുമ്പോൾ, ഇരുമുടിക്കെട്ട് ശിരസിലേറ്റുമ്പോൾ മനസ്സ് നിറയെ മണികണ്ഠൻ്റെ രൂപം മാത്രമാണ് നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുന്നത്. തേങ്ങയിൽ നെയ്യ് നിറച്ച് കാനനവാസനെ കാണാൻ മലയിറങ്ങുകയാണ്. അപ്പോൾ വീട്ടുകാരോടും നാട്ടുകാരോടും യാത്ര പറഞ്ഞ് സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രങ്ങളോടെ പമ്പ ലക്ഷ്യമാക്കി ഞങ്ങൾ ഇന്ന് പുറപ്പെടുന്നു. അപ്പോൾ ഈ യാത്രയിലുടനീളം ഒരുപാട് ദൃശ്യങ്ങൾ ഞാൻ പകർത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾക്ക് അറിയാം ശബരിമലയിലെ നമ്മളെ കഠിനമായ കയറ്റവും മറ്റ് കാര്യങ്ങളും. അപ്പോൾ ആ വളവിലും നമുക്ക് വിശ്രമിക്കുന്ന വേളകളിലും മറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് വീഡിയോകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ യാത്രയിൽ ആകെ ബുദ്ധിമുട്ടുണ്ടായ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് വന്നത് അത് ഞാൻ ഇതിൽ ചെറിയ രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ സ്പോട്ട് ബുക്കിംഗ് എടുക്കുന്ന സമയത്താണ്. ഇപ്പോൾ നമ്മൾ ഇരുമുടിക്കെട്ട് ഏന്തി ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്നും രാവിലെ ഒരു 9 മണിയോടെയാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ നമ്മൾ 9 മണിക്ക് കെട്ടുമുറുക്കി ഇറങ്ങി നേരെ നമ്മൾ ചെങ്ങന്നൂർ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. അപ്പോൾ ചെങ്ങന്നൂർ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് ഞങ്ങൾ നേരെ നിലയ്ക്കലെത്തിയപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞത്. അത് മാത്രമേ ഉള്ളായിരുന്നു ഒരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. കാരണം വെച്ചാൽ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി 1 മണിക്കൂറിലധികം ക്യൂ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ആ സ്പോട്ട് ബുക്കിംഗ് കഴിഞ്ഞപ്പോൾ മുതൽ ബാക്കി കാര്യങ്ങൾ എളുപ്പമായിരുന്നു. നിലയ്ക്കൽ നിന്നും നേരെ പമ്പയിലെത്തിയതിന് ശേഷം നമ്മുടെ പമ്പാ നദിയിൽ ഒരു പുണ്യസ്നാനവും കാര്യങ്ങളും കഴിഞ്ഞ് അവിടുന്ന് പതുക്കെ നടന്ന് നീങ്ങി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം ഞാൻ കുറേശ്ശെ, അതായത് നമുക്ക് ചിത്രീകരിക്കാനുള്ളൊരു അവസരം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ മല കയറുന്നതിൻ്റെ തൊട്ട് താഴെയുള്ള അയ്യപ്പൻ്റെ ആ ഒരു മനോഹരമായ കുറച്ച് വർക്കുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഗണപതി കോവിലിലോട്ട് കയറുന്ന ആ ഭാഗമായിട്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ കയറി മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് കാണാം അവിടുന്ന് ഇനിയും 3.4 കിലോമീറ്ററിനടുത്ത് നമുക്ക് നടന്ന് തന്നെ നീങ്ങേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് നീങ്ങുമ്പോൾ യാത്രയിലുടനീളം നമുക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം അവിടെ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട്. വെള്ളമാണേലും മെഡിസിനേറ്റഡ് വെള്ളങ്ങൾ,
കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി കുടിച്ച് പതുക്കെ യാത്ര തുടരുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് സ്വാമിമാർ മല കയറുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള വിളികൾ മാത്രമേ അവിടെ നമുക്ക് കേൾക്കാനുള്ളൂ. നിങ്ങൾക്ക് ഈ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ ഒരു ശബരിമലയിൽ പോയ ഒരു അനുഭൂതി കിട്ടും. കാര്യം എന്ന് വെച്ചാൽ അതേ രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അപ്പാച്ചിമേട്ടിലെത്തി നമ്മളവിടെ ഒരു ഉണ്ട വഴിപാടുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ വനത്തിലേക്ക് എറിയുകയാണ്. അവിടെ നടക്കുന്ന ഒരു വഴിപാടാണ്. അപ്പോൾ നമുക്ക് കാണാം എമർജൻസിക്കായിട്ട് ഇപ്പോൾ വാഹനങ്ങളും മറ്റും അവിടെ സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് അപ്പാച്ചിമേട്ടിൽ നിന്നും നമ്മൾ നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ നടന്ന് നീങ്ങി നമ്മൾ പോകുമ്പോൾ പല തരം അയ്യപ്പന്മാരെ നമുക്ക് അതിനകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. വയ്യാത്ത ആളുകൾ മുതൽ കുട്ടികൾ മുതൽ അപാലവൃത്തം ജനങ്ങൾ, അതായത് അയ്യപ്പനെ കാണുവാൻ എന്നുള്ള ഒറ്റ ലക്ഷ്യം മുൻകൂട്ടി വരികയാണ്. അപ്പോൾ ശരംകുത്തിയിൽ പിന്നിട്ട് ഞങ്ങൾ വിയർപ്പൊഴുക്കി നടന്നു നീങ്ങുമ്പോൾ ദൂരെ നിന്നും 18-ാം പടിയുടെ ആ ഗംഭീരം നമ്മുടെ കൺമുമ്പിൽ എത്തിത്തുടങ്ങുന്ന ആ ഒരു ദൃശ്യത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ തങ്കവിഗ്രഹം ഒരുപോലെ അയ്യപ്പസ്വാമിയുടെ ദർശനം കാണുവാനായിട്ട് ഞങ്ങൾ പിന്നെയും ആ മനസ്സിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി നടന്നു നീങ്ങുന്ന രംഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആ സ്പോട്ട് ബുക്കിംഗ് കാര്യങ്ങളുള്ളത് കൊണ്ട് വലിയ തിരക്ക് കൂടാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ നടപ്പന്തൽ ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ഞങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നടപ്പന്തലിലേക്ക് അയ്യപ്പന്മാരെല്ലാം വന്ന് നിൽക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ നടപ്പന്തലിൽ നമുക്ക് കുറച്ച് സമയം, അതായത് ഏകദേശം 1.5 മണിക്കൂറോളം നമുക്ക് അവിടെ നിന്ന് നിൽക്കേണ്ട സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ സന്നിധാനത്തെത്തിയിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ആഴിയിൽ നമ്മൾ കൊണ്ടുവന്ന നെയ്ത്തേങ്ങ എല്ലാം എറിഞ്ഞിട്ടതിന് ശേഷം നമ്മൾ തിരിച്ച് അയ്യപ്പൻ്റെ സന്നിധിയിൽ വഴിപാടിനായി കൊണ്ടുവന്ന കാര്യങ്ങളുമെല്ലാം കൊടുത്ത് അപ്പം അരവണ തുടങ്ങിയത് നമ്മൾ അതായത് കൗണ്ടറുകളുണ്ട്, അവിടെ നിന്ന് വാങ്ങിയതിന് ശേഷം തിരികെ മലയിറങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം നമ്മുടെ അയ്യപ്പൻ്റെ സന്നിധാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന സ്റ്റേജിൽ അതിമനോഹരമായ അയ്യപ്പസ്വാമിയുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. ഗണപതി മുതൽ അയ്യപ്പസ്വാമി മുതൽ ഉള്ള അതിമനോഹരമായ ചിത്രങ്ങൾ ഞങ്ങൾ SD ചാനലിലൂടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം മനോഹരമാണ് ആ പൂങ്കാവനം എന്നുള്ളത്. ദർശനം കഴിഞ്ഞ് പ്രസാദവും വാങ്ങി മലയിറങ്ങുമ്പോൾ വല്ലാത്തൊരു സങ്കടം ഉള്ളിൽ നിറയും. വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ മാലയൂരി പമ്പാ നദിയിൽ സമർപ്പിച്ച് തിരിച്ചുള്ള യാത്രയിൽ മനസ്സ് മുഴുവൻ സന്നിധാനത്തെ ആ ശാന്തതയായിരുന്നു. വീട്ടിലെത്തിയാലും നമ്മൾ അടുത്ത വർഷത്തെ ആ മലകയറ്റത്തിനായിട്ട് നമ്മൾ കാതോർത്ത് ഇരിക്കും. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളെല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞാൽ മലയ്ക്ക് പോകാൻ സാധിക്കാത്തവർക്കായിട്ട് നമുക്ക് അവിടെ സന്നിധാനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒട്ടുമിക്കവാറും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ചിത്രീകരിക്കാൻ സാധിച്ചു അയ്യപ്പസ്വാമിയുടെ കൃപ മൂലം എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ തിരിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം അവിടെ ഭക്തർ വിശ്രമത്തിനായിട്ട് നമ്മുടെ കരിക്കും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ച് അവർ അവിടെ വിശ്രമിക്കുന്ന രംഗമാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്വർണ്ണപ്പാളികളും മറ്റു കാര്യങ്ങളും നമ്മുടെ ചർച്ചയാകുമ്പോൾ വിജയമല്യ കൊടുത്തിരിക്കുന്ന സ്വർണം പൊതിഞ്ഞ ആഭരണങ്ങളുടെ കാര്യങ്ങളാണ് അവിടെ കുത്തിവെച്ചിരിക്കുന്നത്, ശബരിമലയിലേക്ക് സമർപ്പിച്ചത്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം നമ്മൾ പന്തള രാജാവിൻ്റെയും അയ്യപ്പസ്വാമിയുടെയും ആയിട്ടുള്ള അതിമനോഹരമായ ഒരു ചിത്രവും അതോടൊപ്പം തന്നെയുള്ള ഗ്രഹങ്ങളും അവിടെ വെച്ചിരിക്കുന്നുണ്ട്.
അപ്പോൾ അവിടെ അയ്യപ്പന്മാരെല്ലാം എത്തി തൊഴുതതിന് ശേഷം പതുക്കെ മല ഇറങ്ങി ഇപ്പോൾ പമ്പയിലേക്ക് നമ്മൾ തിരിച്ചു വരുന്ന കാഴ്ചയാണ്